ഹലോ ഗൈസ്, അപ്പോൾ എപ്പോഴും ഗോതമ്പൊടിയും കൊണ്ട് നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി മടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞമ്മ ചപ്പാത്തി വേണ്ടമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ശരിയെന്ന് വിചാരിച്ച് ഞാൻ എന്താ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുത്തു കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതിനുശേഷം നന്നായിട്ടൊന്ന് പരത്തി ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തും കൂടെ എടുത്തു കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നടുവിൽ പ്രസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പാസ്ത പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചൂടുവെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വരുമ്പോൾ ഈ മാവ് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം എന്താ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറുവപ്പലയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അത് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികളാണ് കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി ചിക്കൻ മസാലപ്പൊടി. എന്നിട്ട് നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ. താങ്ക്